നാലാം തവണയും രാഘവേട്ടൻ കോഴിക്കോട്ടുകാരോടും കേരളത്തോട് എന്താണ് പറയാനുള്ളത്? ഇത് കോഴിക്കോട്ടെ ജനങ്ങളുടെ വിജയമാണ്. പ്രത്യേകിച്ച് പ്രബുദ്ധരായ മതേതര മനസ്സുകളുടെ വിജയമാണ് കോഴിക്കോട്ട് വിജയം. അതുകൊണ്ട് ഈ വിജയം കോഴിക്കോട്ട് ജനങ്ങൾക്ക് തന്നെ ഞാൻ സമ്മാനിക്കുകയാണ്. എല്ലാ പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും എല്ലാം ഉണ്ടായിട്ട് പോലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ സ്വീകരിച്ച ഒരു അല്പസമീപനമുണ്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ രംഗത്ത് മാന്യത പുലർത്തിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് UDF കാഴ്ചവെച്ചത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് UDF സ്ഥാനാർത്ഥികൾക്ക് എൻ്റെ വിജയത്തിൽ UDFിലെ പ്രധാനപ്പെട്ട കക്ഷികളെല്ലാം, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ്, മഹാനായ പാണക്കാട് തങ്ങൾ നയിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ പങ്കാളിത്തം വളരെ വലുതാണ്. കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ കോൺഗ്രസ് പ്രവർത്തകരുടെ പങ്കാളിത്തം വളരെ വലുതാണ്. അതുപോലെ CMP പ്രവർത്തകരുടെ പങ്കാളിത്തം വളരെ വലുതാണ്. കേരള കോൺഗ്രസ് പ്രവർത്തകരുടെ, അതുകൂടാതെ മറ്റ് വിഭാഗങ്ങളിൽ ലഭിച്ചുള്ള പിന്തുണ വലിയ പിന്തുണയാണ്. അതുകൊണ്ട് ജാതിക്കും മതത്തിനും കക്ഷി രാഷ്ട്രീയത്തിനും അതീതമായിട്ടുള്ള ജനങ്ങളുടെ മനസ്സുകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ എന്നെ ജയിപ്പിച്ചത്. എനിക്ക് കടപ്പാട് കോഴിക്കോട് ജനങ്ങളോടാണ്. അത് ജാതിയില്ല, മതമില്ല, കക്ഷി രാഷ്ട്രീയമില്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഈ എല്ലാം കൊണ്ടും ഈ തെരഞ്ഞെടുപ്പിലെ വിജയം കോഴിക്കോട്ട് ജനങ്ങളുടെ വിജയമാണ്, എൻ്റെ വിജയമല്ല. ഞാൻ നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ഇനിയും കൗണ്ടിങ് കഴിഞ്ഞില്ലല്ലോ. കൗണ്ടിങ് ഇനിയും ഒരുപാട് എണ്ണാനുണ്ട്. ഇതുകൊണ്ട് ഈ പറഞ്ഞ 2 മണ്ഡലങ്ങളിലെ വോട്ടിനെ കുറിച്ച് ഒരു അവസാന വാക്കായി പറയാൻ കഴിയില്ല. ഇനിയും ഒരുപാട് എണ്ണാനുണ്ട്. അത് സമയമെടുക്കും. അപ്പോഴും മാത്രം കൃത്യമായി അഭിപ്രായം പറയാൻ സാധിക്കും. ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന മുദ്രാവാക്യം വെട്ടിയാണ് CPM പ്രചാരണത്തിന് ഇറങ്ങിയത്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ഇറങ്ങിയത്. ഇടതിനെ പാടെ തള്ളിയിരിക്കുകയാണ്. അല്ല, ഒരു കാര്യം വളരെ വ്യക്തമാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യ മുന്നണിയുടെ അതിശക്തമായ മുന്നേറ്റമാണ്. ഇപ്പം UPയിൽ 43 സീറ്റുകളാണ് ഇന്ത്യ മുന്നണി മുന്നിട്ട് നിൽക്കുന്നത്. ആലോചിക്കണം. അത് മഹാരാഷ്ട്രയിൽ, അങ്ങനെ മിക്ക സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുന്നണി ശക്തമായ പ്രകടനം കാഴ്ചവെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് നമുക്ക് പ്രത്യേകിച്ച് ഇനി അല്പം കൂടി സമയമുണ്ട് ഈ കൗണ്ടിങ്ങിന്. അത് എങ്ങനെ സംഭവിക്കുന്ന ആർക്കും പറയാൻ കഴിയില്ല. പക്ഷേ ഇന്ത്യ മുന്നണി എന്ന മഹാപ്രസ്ഥാനം ഇന്ത്യയിൽ BJPയെ മറികടക്കാൻ, താഴെയിറക്കാൻ പറ്റാവുന്ന ശക്തമായ മുന്നണിയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ അധികാരങ്ങളുടെയും മുമ്പിൽ തലകുനിക്കാതെ പോരാട്ട വീരത്തോടുകൂടി തല ഉയർത്തി നിന്ന ഒരു മുന്നണി ഈ മുന്നണി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ കൂട്ടായ്മയുടെ വിജയമാണ്. ഈ കോഴിക്കോട്ടെ വിജയത്തിൽ ഞാൻ പറയുന്നത് കൂട്ടായ്മയുടെ വിജയമാണ്. ഞങ്ങളെല്ലാം ഒരു മനസ്സാണ്. അതിൽ യാതൊരുവിധ വ്യത്യാസമുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് 838 വോട്ടിൽ നിന്ന് തുടങ്ങിയ വിജയം 15,000-ൽ പരം വോട്ടുകളിലെത്തി. ഒടുവിൽ 16,000-ലെത്തി, അല്ല 85,000-ലെത്തി. ഒടുവിൽ ഇപ്പോൾ 1.25 ലക്ഷം കടന്നിരിക്കുന്നു. ഇത് കോഴിക്കോട്ടെ ജനങ്ങളുടെ വിജയമാണ്, എൻ്റെ വിജയമല്ല, ജനങ്ങളുടെ വിജയമാണ്. ഞാൻ അവരുടെ മുമ്പിൽ നമസ്കരിക്കുന്നു, പ്രണമിക്കുന്നു. തീർച്ചയായും കോഴിക്കോട് ജനങ്ങളോട് എനിക്കുള്ള കമ്മിറ്റ്മെൻ്റ്, കടപ്പാട് അത് പറഞ്ഞറിയിക്കാനും കഴിയില്ല, വാക്കുകളിൽ പറഞ്ഞറിയിക്കാനും കഴിയില്ല. എല്ലാ കാലത്തും ഉണ്ടാകും. ഈ 1 ലക്ഷത്തിൽ കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് അങ്ങ് പറഞ്ഞിരുന്നു. അത്രയ്ക്ക് മേൽ വിശ്വാസം, ആത്മവിശ്വാസം എന്തായിരുന്നു? എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു. ഞാനൊരു കംഫർട്ടബിൾ മെജോറിറ്റി എന്ന് എല്ലാവരോടും ഞാൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ചിലരോട് ഞാൻ അവരുടെ മാധ്യമ സുഹൃത്തുക്കൾ സ്വകാര്യം പറഞ്ഞിട്ടുണ്ട്. 1 ലക്ഷം കിടക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എഴുതാനല്ല, പക്ഷേ സ്വകാര്യം പറഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് ജനങ്ങളുടെ പൾസ് അതായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞില്ല, ജാതിയും മതവും രാഷ്ട്രീയമൊന്നുമില്ല. എന്നെ എല്ലാവരും സഹായിച്ചു. ഞാൻ തെളിച്ചു പറയുന്നില്ല ഇവിടെ. എന്നെ എല്ലാവരും സഹായിച്ചു. എല്ലാ വിഭാഗത്തിലെയും ജനങ്ങളുടെയും സമ്പൂർണ്ണ പിന്തുണ എനിക്കുണ്ടായിരുന്നു. എല്ലാവരും, ഞാൻ പറയുന്നില്ല, കോഴിക്കോട്ടെ പ്രബുദ്ധരായ വോട്ടർമാരിൽ എല്ലാ വിഭാഗമുണ്ട്. അവരെല്ലാം എന്നെ സഹായിച്ചു. അതുകൊണ്ട് അതൊരു ട്രേഡ് സീക്രട്ടാ പറയാൻ കഴിയും. അതുകൊണ്ട് എല്ലാവരും സഹായിച്ചു. അതുകൊണ്ട് ഇത്തവണയും നല്ല ഭൂരിപക്ഷം നൽകി. ഞാൻ ഇന്ന് രാവിലെയും പറഞ്ഞു, ഞാൻ നല്ല ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് പറഞ്ഞു.
അതുകൊണ്ട് അവരോടെല്ലാം എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കാനും കൂടി ഈ അവസരം ഉപയോഗിക്കാം. കേരളത്തിൽ ബിജെപിക്ക് ബദൽ കോൺഗ്രസ് തന്നെയാണ്. CPM പറഞ്ഞുകൊണ്ടിരുന്നത് ബിജെപിക്ക് ബദൽ ഇടതു പാർട്ടികളാണെന്നാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ എന്താണ് മനസ്സിലാക്കുന്നത്? അല്ല, ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി CPM ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കേരള രാഷ്ട്രീയത്തിൽ CPM എടുത്ത സമീപനം ഒരിക്കലും അതൊക്കെ BJPയെ സഹായിക്കാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. കാരണം ഇപ്പോൾ തൃശ്ശൂർ വിജയം, തൃശ്ശൂരിലെ ശ്രീ സുരേഷ് ഗോപിയുടെ ഇന്ന് ലീഡ്, ആ ലീഡിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് CPM കേന്ദ്രങ്ങളെല്ലാം തന്നെ സുരേഷ് ഗോപിക്കാണ് വോട്ടുകൾ കൂടുതൽ കിട്ടിയിട്ടുള്ളത്. ഞാൻ തൃശ്ശൂരിൽ വിളിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വിവരം ആദ്യം എണ്ണിയിട്ടുള്ള ആ പ്രദേശങ്ങളെല്ലാം തന്നെ CPM പ്രദേശങ്ങളാണ്. അവിടെ നിന്നെല്ലാം സുരേഷ് ഗോപിക്കാണ് ഭൂരിപക്ഷം. അതുകൊണ്ട് ആലോചിക്കേണ്ട വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഈ CPMൻ്റെ ഈ നിലപാട് സഹായിക്കുന്ന ആരെയാണോ? BJPയാണ്. അത് CPM മനസ്സിലാക്കണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കോഴിക്കോട്ടെ വലിയൊരു ഭൂരിപക്ഷം ഈ CPM വോട്ട് പോലും അങ്ങേക്ക് കിട്ടി എന്നുള്ളതിൻ്റെ ഒരു സൂചനയല്ലേ കാണിക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എല്ലാവരുടെയും വോട്ട് കിട്ടിയിട്ടുണ്ട്, എല്ലാ വിഭാഗത്തിൻ്റെയും വോട്ട് കിട്ടിയിട്ടുണ്ട്.